which grade is this? Which class? 11. Yeah. Okay. Thank you. Study well. Okay. Yeah. Okay. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് DRCയിലാണ്. കാണാമോ എന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് DRCയിലാണ്. 2-3 ദിവസമായിട്ട് ഞാനിവിടെ റൂമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്ന് പുറത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബാങ്ക് സലാംബ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അതായത് ഇവിടുന്ന് കിങ്ഷാസ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്, അത് ബെൽജിയംകാർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് കേട്ടോ. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഈ രാജ്യത്ത് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണെന്നാണ് പറയുന്നത്. സോ ഞാനിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വില്ലേജ് മീൻസ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സ്ട്രീറ്റിൽ കൂടെയാണ് കേട്ടോ. 2 സൈഡുകളിലും ചെറിയ കടകളൊക്കെ കാണാം. വലിയ പ്രത്യേകിച്ച് എന്താ പറയുക, ഇത്തിരി വ്യത്യാസമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. വളരെ റിസ്ക് ആണെന്നാണ് പറയുന്നത്. ബൈക്കിലൊക്കെ വന്ന ആൾക്കാർ ചിലപ്പോൾ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ റിസ്ക് എടുത്ത് ഞാനിങ്ങനെ പോവാം കേട്ടോ. കാഴ്ച നമ്മൾ അവിടുന്ന് റോഡിലേക്ക് വന്നപ്പോഴത്തേക്കും കാണാൻ പറ്റിയ കാഴ്ചയാണ് കേട്ടോ. ഇവിടെ ലോറികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വാഹനങ്ങളൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈക്ക് ടാക്സിയാണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇങ്ങനെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ വന്നതിൻ്റെ പൈസ കൊടുക്കുന്ന കേട്ടോ 3,500 കൊങ്കോളെ. ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ യാത്രയ്ക്കാണ്. ഓക്കെ, നമ്മളിവിടെ വന്നിരിക്കുന്ന സ്കൂളിലേക്കാണ് കേട്ടോ. നമ്മുടെ കൂടെയുള്ള ആൾ പഠിപ്പിക്കുന്ന ഈ സ്കൂളാണ്. ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനാണ് കേട്ടോ. സോ ഇത് പ്രൈമറി സ്കൂളാണ്. 1 തൊട്ട് 6 വരെ ഇവിടെയും അത് പ്രൈമറി സ്കൂളിലും. ഇവിടെ വന്നിട്ട് ഇത് സെക്കൻഡറി ആണ് കേട്ടോ. 7 തൊട്ട് +2 വരെ സെക്കൻഡറി സ്കൂളുമാണ്. സോ ഇത് ഇവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ് കേട്ടോ. സോ വിച്ച് ആർ ദ സബ്ജക്ട്സ് യു ആർ ടീച്ചിങ് ഹിയർ? We've got commercial, secretary, okay, pedagogy, okay, what else? Biology. Yeah, then French, Yeah. And English too. Yeah, English too. Okay, also. Hi. Say hi. Hello. Thank you so much. God bless you. Okay. Bye. Which grade is this? What? Which grade is this? Which class? 11. Yeah. Okay. Thank you. Study well. Okay. Yeah. Okay. Bye. സോ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവർക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സോ ഇദ്ദേഹം ഇവിടുത്തെ ക്ലാസ്സിലെ അധ്യാപകനായതുകൊണ്ട് നമുക്കവിടെ പോകാനൊക്കെ പറ്റി. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അവർ പഠിക്കട്ടെ, നമുക്ക് അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഇതാണ് ബാക്കി സ്കൂളുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ വീടുകളുടെയൊക്കെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടോ? നമുക്ക് എത്ര രീതിയിലുള്ള വീടുകളൊക്കെയാണ് കണ്ടത്. ഈ ഫ്രഞ്ച് രീതിയിലുള്ള മേ ബി ആയിരിക്കും കേട്ടോ. കൺസ്ട്രക്ഷനൊക്കെ ഫുള്ള് കാണാൻ പറ്റുന്നത്. ഇത് സ്കൂളിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ലെംബ ടൗൺഷിപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സൗത്ത് സലോങ്കോ, റൈറ്റ്? ഈ സ്ഥലത്തിൻ്റെ പേര് സൗത്ത് സലോങ്കോ. പിന്നെ നോർത്ത് സലോങ്കോ. ആൻഡ് വൺ മോർ പ്ലേസ് ഈസ് ദേർ. വാട്ട് ഈസ് ദാറ്റ്? ലിപ്പാട്ട് സലോങ്കോ. അതൊക്കെ ഫ്രഞ്ച് നെയിം. ദീസ് ആർ ഫ്രഞ്ച് നെയിംസ്, റൈറ്റ്? These are French names, right? This place names are French names, right? Not French, Congolese name. Oh, Congolese names ആണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമുക്ക് ഇച്ചിരി പ്രൊനൗൺസ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. It's very difficult to pronounce us, but we don't know the meaning. Any particular meaning is there for this place names? No. Just there were some people who lived for the first time in this place. Then they gave the name of those people. Okay. So ഇവിടെ ആദ്യമേ താമസിച്ചുകൊണ്ടിരുന്നവർ അവരിട്ട പേരുകളൊക്കെയാണ് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും കാണാത്ത കോങ്കോളീസ് നെയിം ആണ്. സോ ഇവിടെ കുറച്ച് വിദ്യാർത്ഥികളെയൊക്കെ കാണാം, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഡിയോ എടുപ്പൊക്കെ ഇച്ചിരി റിസ്ക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളൊരു കാർ ടാക്സി എടുത്ത് നമ്മളിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സൗത്ത് സലോ. എല്ലാ കാഴ്ചകൾ ഇതൊക്കെയാണ്. ചെറിയ കച്ചവട കടകൾ കാണാം.
പിന്നെ അധികം തിരക്ക് ഈ ഭാഗത്തോട്ടില്ല കേട്ടോ. ഇത് ഉള്ളേരിയ ആയതുകൊണ്ട് അധികം തിരക്ക് ഇങ്ങോട്ടില്ല. നമ്മളങ്ങനെ ടൗണിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഇത്തരം വലിയ ബസ്സുകൾ കണ്ടോ, ഇത്തരം വലിയ ബസ്സുകളുണ്ട് ഇവിടെ. ആക്ച്വലി ലൈബീരിയയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിനും ഇന്ത്യയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് ഓൾറെഡി ഈ പണിക്ക് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈ കൺസ്ട്രക്ഷൻസിനൊക്കെ വേണ്ടിയേ. അപ്പം ഈ ബിൽഡിങ്ങുകളുടെ ഇത് രീതിയും വളരെ വ്യത്യാസമാണ്. നോക്കി നമ്മുടെ ലൈബീരിയ ട്രാവൽ ചെയ്തപ്പം അവിടുത്തെ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് എൻറ്റയർലി വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് We've got 4 national language. Yeah. In Kinshasa we speak Lingala. In Bas Congo and Bandundu they speak Kikongo. Okay. In central part of the country they speak French. Chiluba. Yeah. All right. And in the east part they speak Swahili. Yeah. We share border with Uganda, Rwanda. Okay. We've got 9 countries. All right. Which are around us. Yeah. ഈ അടുത്ത ഭാഗത്തായിട്ട് മിലിറ്ററി ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സോ മിലിറ്ററി ക്യാമ്പ് ഈസ് ഹിയർ. സോ സം മിലിറ്ററി ഓഫീസേഴ്സ് ആർ ദർ. ഐ തിങ്ക് ദീസ് ആർ ദ മിലിറ്ററി ക്യാമ്പ്. കിൻഷാസ വന്നിട്ട് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് ഇവിടെ എല്ലാ ലാംഗ്വേജുകളും സംസാരിക്കാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ട പോലെ ഏകദേശം 4ഓളം പ്രധാന ഭാഷകളും 240 240 അതർ ലാംഗ്വേജസ് ആർ റൈറ്റ്. 240 അതർ ഡയലക്ട്സ് ആർ ദർ റൈറ്റ് ഹിയർ. So major 4 languages and 4 major languages that we call national. Okay. Official language which is French. And the other languages that we've got. Okay. സോ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ ബസ് എന്നൊക്കെ അറിയപ്പെടുന്ന കേട്ടോ. ഇതിനകത്ത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ ലൈബീരിയ അപേക്ഷിച്ച് ഇവിടെ വലിയ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഇപ്പുറ സൈഡിൽ കൂടി നമുക്ക് ഒത്തിരി വണ്ടികൾ പോകുന്നതാണ്. ഇത്തരം വാഹനങ്ങളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ വഴിയോര കച്ചവടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ തന്ത്രപരമായിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. തൊപ്പി വെച്ച് ഫോണും ക്യാമറയൊക്കെ മറച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് ഗൈസ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ, വളരെ വ്യത്യസ്തമായിട്ട് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. പക്ഷേ റൂഫിങ് വന്നിട്ട് എനിക്ക് വന്ന ലൈബീരിയയിലെ റൂഫിങ് പോലൊക്കെ തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സോ മറ്റൊരു റോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് കേട്ടോ. ഇത് തലസ്ഥാന നഗരമായതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. എവിടോട്ട് നോക്കിയാലും നല്ല ആൾക്കാരുടെ ജനസാന്ദ്രത ഇച്ചിരി കൂടുതലുള്ള ഏരിയ ആണ്. And here they are celebrating some marriages. Okay. That's why you see people. It's a public hall? Yeah. Okay, അതൊരു പബ്ലിക് ഹാളാണ് കേട്ടോ. ഇവിടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. It's a meeting place, right? Yeah. Public meeting place. But especially when they want to celebrate the marriage at the state. Okay. Therefore, Lemba, they come here. It's a Lemba means? It is a township. The province, not province, because province is bigger than the township. Okay. ഇത് കിൻഷാസ പ്രൊവിൻസും ലെംബ ടൗൺഷിപ്പാണ് കേട്ടോ. നമ്മളിപ്പോൾ ലെംബ ടൗൺഷിപ്പിൽ കൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റുഡൻസൊക്കെ സ്കൂൾ കഴിഞ്ഞ് പോകുന്നു. ബൈക്ക് ടാക്സികൾ കാണാം, കാർ ടാക്സികൾ കാണാം, സ്ട്രീറ്റ് സെല്ലേഴ്സിനെ കാണാം. അങ്ങനെ വളരെ തിരക്ക് പിടിച്ചൊരു ഏരിയ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൺസ്ട്രക്ഷൻ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല കൺസ്ട്രക്ഷനും കാര്യങ്ങളും നടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇത് സിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് സിപ്പർ ലെംബ ഏരിയ ആണ് കേട്ടോ. ഇത് ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. ഒത്തിരി ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇത് സൂപ്പർ ലെംബ ആണ് കേട്ടോ. SUPERLAMB കേട്ടോ. സൂപ്പർ ലെംബയുടെ മറ്റുള്ള കാഴ്ചകൾ കേട്ടോ. ഇതൊരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. നല്ല തിരക്കുള്ള കച്ചവടങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഞാൻ എൻ്റെ എയർടെലിൻ്റെ ഒരു ഓഫീസിനകത്ത് നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഷോപ്പിൽ കയറി. പക്ഷേ എനിക്കറിയത്തില്ല, അവിടെ ഇന്ത്യൻ പ്രദേശം, അതായത് നോർത്ത് സൈഡിൽ നിന്നുള്ള പ്രദേശം അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നു. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സൗത്ത് ഇന്ത്യൻസിനോടായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് കേട്ടോ. മീൻസ് മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഭയങ്കര ഇതായിട്ട് തോന്നി. നമുക്കൊന്നും കുഴപ്പമില്ല, നമ്മൾ സ്ഥിരം യാത്രകൾ ചെയ്യുന്നതായതുകൊണ്ട് ഈ ആറ്റിറ്റ്യൂഡ് ഓൾറെഡി അറിയാം.
നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ഇതുപോലെ സംഭവങ്ങൾ നടക്കാറുണ്ട്. കുറച്ച് പേര്, 1% ചിലപ്പം 1% താഴെ ആൾക്കാർ മാത്രമേ നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം മൈൻഡ് ചെയ്യത്തില്ല, നമ്മളോട് അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. നമ്മൾ ചിലപ്പം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവാറ്റും സൗത്ത് ഇന്ത്യൻ ആയിരിക്കും, മനസ്സിലാവുമായിരിക്കും. അതിൻ്റെ വെളിച്ചത്തിലായിരിക്കും അവർ കൂടുതൽ നമ്മളോട് അധികം സംസാരിക്കത്തില്ല, ഇടപഴകത്തില്ല, നമ്മൾ അടുത്തോട്ട് പോലും നമ്മളോട് നോക്കത്ത് പോലുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ വന്നൊരു സൂപ്പർ മാർക്കറ്റിൽ വന്ന് കയറി അവരോട് ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് മിണ്ടി മിണ്ടാനൊക്കെ ഭയങ്കര കോൺടാക്ട്. പക്ഷേ ഞാൻ ചോദിച്ചു എവിടെ നിന്നാണ് വരുന്നത്, അപ്പോൾ ഗുജറാത്തിൽ നിന്നാണ് പറഞ്ഞത്, മുംബൈ നിന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളോട് വേണ്ട വിധത്തിൽ പ്രതികരിച്ചൊന്നുമില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മളങ്ങനെ ഷവർമ ഓർഡർ ചെയ്തു കേട്ടോ. ചിക്കനും ബീഫും വെജിറ്റബിളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ, മയണൈസ്. സോ നമുക്ക് പിന്നെ കുടിക്കാനായിട്ട് കൊക്കക്കോളയുണ്ട്. നല്ല ഷവർമയാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റുണ്ട്. സോ സൂപ്പർ ലംബായുടെ മറ്റൊരു വശത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മൾ ഷവർമയൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ വേറൊരു സൈഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ കൂടെ നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മുട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഒരു മുട്ടയ്ക്ക് 700 രൂപ. ഇവിടുത്തെ 700 ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പോലെ യൂസ് ചെയ്യുന്ന വണ്ടിയാണിത്. ഇതിൽ നമ്മൾ പോവാണ്. ഇതാണ് നമ്മൾ വന്ന സൂപ്പർ ലാംബോ ജംഗ്ഷൻ. അവിടെ നമ്മൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഇടത്തോട്ട് പോവാണ്. വളരെ തിരക്ക് പിടിച്ച നഗരത്തിൽ നമ്മൾ തിരിച്ച് പോവാട്ടോ. പോയിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ ലാംബ നഗരത്തോട് നമ്മൾ ഇവിടെ പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഓക്കെ. എൻ്റെ ബലവാനായും കരുത്തനുമായ ഡ്രൈവർ എന്നോട് ഇച്ചിരി പുറകോട്ട് ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഗ്ലാസ്സിൽ നോക്കിയാൽ കാണത്തില്ല, ഗ്ലാസ്സിൽ കാണത്തില്ല കൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ കാണാം. നമ്മൾ പ്രധാന ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. വലിയ കണ്ടെയ്നറുകൾ പോകുന്നുണ്ട്. അപ്പുറവാളിയിൽ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്കാണ്. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്നവരും ഒക്കെ ആയിരിക്കാം. ഇത് ഗവൺമെൻറ് ബസ്സാണ്. ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കിനും തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. സോ സമയം സായാഹ്നം നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിൻ്റെ സൈഡുകളിലൊക്കെ കാണുന്നത്. അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ബൈക്ക് എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ലംബായുടെ മറ്റ് വശങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളരെ 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 സന്തോഷമുണ്ട് ഈ നാട്ടിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിനും. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. അത് ഈ മമ്മയാണ് ആഹാരം കൊണ്ടുവന്നത്. മമ്മ, വാട്ട്സ് യുവർ നെയിം? Deborah. So mama brought food for me. Thank you so much for your food. So let me see the food. What all things are there? So ഇത് ചിക്കൻ ആണ് കേട്ടോ. ചിക്കൻ, this chicken right? ചിക്കൻ വെജിറ്റബിൾ ഒക്കെ ഇട്ട് ചിക്കൻ. On a mis un peu de concombre, aubergine. കുക്കുംബർ. Aubergine. So ഇതുണ്ട്, ചിക്കൻ ഉണ്ട്. Then rice, right? Rice. നല്ല ചോറ്, ബിരിയാണി റൈസാണ് കേട്ടോ. പിന്നെ പ്ലാന്റെയിൻ. സോ ഇതുണ്ടോ, നല്ല ഏത്തയ്ക്ക ഫ്രൈ ചെയ്തതുണ്ട് കേട്ടോ. സോ താങ്ക് യു സോ മച്ച് മമ്മ. ഗോഡ് ബ്ലെസ് യു. Thank you so much for your love. Merci à vous aussi. Yeah, thank you. Okay. Merci.